ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ആത്മാർത്ഥതയോടെ തേടുമ്പോഴൊക്കെ തൻ്റെ സാമീപ്യം നമുക്ക് അനുഭവവേദ്യമാക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല നാളുകൾ നീയേകി, നന്മകൾ മാത്രം തന്നു നീ. അന്നെല്ലാം നിന്റെ സാമീപ്യം അറിയാതെ തെല്ലും അറിയാതെ പൂമഴ പോലെ നീ സ്നേഹം നൽകുമ്പോൾ ഇരുളിൻ കോട്ടയിൽ വാണു ഞാൻ. പൂമഴ പോലെ നീ സ്നേഹം നൽകുമ്പോൾ ഇരുളിൻ കോട്ടയിൽ വാണു ഞാൻ. എത്രമാത്രം നീ പാലിക്കും നിന്നെ, എത്ര സ്നേഹം നീ ചൊരിയുന്നു. ഓർക്കുകിൽ നിന്റെ കാരുണ്യം നേടാൻ ഒരു നാളും യോഗ്യയല്ല ഞാൻ, ഒരു നാളും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഐസയാ ചാപ്റ്റർ 55 വേഴ്സസ് 6 and 7. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ. അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. സീക്ക് ദ ലോർഡ് വൈൽ ഹി മേ ബി ഫൗണ്ട്. കോൾ അപ്പോൺ ഹിം വൈൽ ഹി ഈസ് നിയർ. വിപ്രവാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാചകൻ സംസാരിക്കുകയാണ്. ദൈവം അകലെയാണെന്ന് ജനത്തിന് തോന്നിയ നേരം, കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെന്ന് ജനം സങ്കടപ്പെട്ട ഒരു നേരം. ആ നേരത്ത് പ്രവാചകൻ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ഗോഡ് ഇസ് നിയർ. ദൈവം ചാരത്തുണ്ട്. ദൈവകരുണ നമുക്കായി നൽകപ്പെടുന്നത് പിന്നീടല്ല, ഇപ്പോൾ തന്നെയാണ് എന്ന്. ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നാം വിചാരിക്കുന്നതിലും ചാരത്ത് കർത്താവുണ്ട്, കർത്താവിൻ്റെ കരുണയുണ്ട്. പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം, പരസ്പരം ക്ഷമിക്കാൻ ഏറ്റവും നല്ല സമയം, ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല സമയം നാളെയല്ല, ഭാവിയിൽ ഒരു ദിവസമല്ല, ഇന്ന് ഈ പ്രഭാതമാണ്. ഇന്ന് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം നാം ആചരിക്കുമ്പോൾ നമുക്ക് ഇത് മാറ്റത്തിൻ്റെ ദിവസമാക്കി മാറ്റാം. ഇത് പ്രാർത്ഥനയുടെ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റാം. സെയിൻറ്റ് ബെർണാർഡ് ഓഫ് ക്ലെയർവോക്സ് പറയുന്ന ഒരു വാക്യം, ഗോഡ് ഈസ് ഫൗണ്ട് മോർ ഈസിലി ദാൻ ഹി ഈസ് സോൾഡ്. ഗോഡ് ഈസ് ഫൗണ്ട് മോർ ഈസിലി ദാൻ ഹി ഈസ് സോൾഡ്. അവനെ തേടുന്നതിലും എളുപ്പത്തിൽ അവനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമെന്ന്. അത്ര ചാരത്ത് കർത്താവുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യോഗ്യത ഏതും ഇല്ലാതിരുന്നിട്ടും സ്നേഹത്തോടെ കരുണയോടെ എൻ്റെ ചാരത്തെത്തുന്ന ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നെ തേടുന്നു ഈശോയെ. നിന്റെ സാമീപ്യം അനുഭവിക്കാൻ ഞാൻ കൊതിക്കുന്നു കർത്താവേ. ഈശോ, കൃപ എന്നിലേക്ക് ഒഴുകിയെത്തുന്ന ഈ നേരങ്ങളിൽ അത് നീട്ടിവെക്കാതെ നാളത്തേക്കാക്കാതെ ഈ നേരത്ത് ഈ നിമിഷം നിന്റെ സാമീപ്യം, നീ നൽകുന്ന രക്ഷ അനുഭവിക്കാൻ തക്കവിധം എന്നെ നീ ഒരുക്കണേ. നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം, എല്ലാ പരിശ്രമങ്ങളെയും. പ്രത്യേകിച്ച് ഇന്നോർത്ത് പ്രാർത്ഥിക്കേണ്ടത്
കർത്താവിലേക്കുള്ളൊരു തിരിച്ചുവരവ് നീട്ടിവെക്കുന്നവരെ, ഒപ്പം കർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ഒട്ടനവധി പേരെ, അവരെയൊക്കെ ഓർത്ത് അവരിൽ കർത്താവിൻ്റെ പ്രസൻസ്, സാന്നിധ്യം വെളിപ്പെടാൻ ആഗ്രഹിച്ച് ഈ ദിവസത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.